കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് നിരവധി പ്രവർത്തകർ കൂട്ടമായി തന്നെ ഇവിടെ എത്തിയത്. ബാരിക്കേഡ് മറിച്ച് കടക്കാനുള്ള ശ്രമമൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുകയാണ്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, നിലവിലവിടെ ശാന്തമാണോ സാഹചര്യം? സർവകലാശാലയ്ക്കകത്തും സർവകലാശാലയ്ക്ക് പുറത്തും ഒരേ നേരമുള്ള സംഘർഷമാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്ത് വലിയ പ്രതിഷേധവുമായി പോലീസിനടുത്തേക്കും സർവകലാശാല ആസ്ഥാനത്ത് കയറാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ പോലീസ് അവരെ തടഞ്ഞു. അതേസമയം തന്നെയാണ് സർവകലാശാല ഗേറ്റിന് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധമായി മാറുകയും ഒക്കെ ചെയ്തത്. അതിനിടെ പലതവണ ജലപീരങ്കി പോലീസ് ഉപയോഗിച്ചു. അകത്ത് പക്ഷേ പോലീസ് കൂടുതൽ പ്രകോപനത്തിനോ കൂടുതൽ നടപടികളിലേക്കോ കടന്നില്ല. ASF പ്രവർത്തകരെ ഉടൻ നിമിഷ നേരം കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തിന് വിഭിന്നമായി ഇത്തവണ കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ള പോലീസ് സംഘം ഈ സർവകലാശാലയ്ക്ക് അകത്തും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. SFI മാർച്ച് സമാനമായ രീതിയിൽ വൈസ് ചാൻസലറുടെ ചേംബറിലേക്കോ സർവകലാശാല ആസ്ഥാനത്തേക്കോ കടന്നു കയറാതിരിക്കാനുള്ള എല്ലാ സുരക്ഷയും നിലവിൽ പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ പോലീസ് ആക്ട് ചെയ്യുകയും ASF പ്രവർത്തകരെ പൂർണ്ണമായും സർവകലാശാലയെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഡിവൈഎഫ്ഐയുടെ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴും സർവകലാശാലയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ SFI നടത്തിയതിന് സമാനമായ രീതിയിലുള്ള വലിയ സംഘർഷം എന്തായാലും സർവകലാശാലയ്ക്ക് പുറത്തും ഉണ്ടായിട്ടില്ല. SFIയുടെ മാർച്ച് വലിയ സംഘർഷമായി മണിക്കൂറുകളോളം നീണ്ടുനിന്നു. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. ഒരു സമാധാനപരമായ നിലയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. പക്ഷേ പോലീസ് സംഘം രണ്ട് ഭാഗത്തും വലിയ തോതിൽ തന്നെ ഇപ്പോഴും സംരക്ഷണം ഒരുക്കി നിൽക്കുന്നുണ്ട്. കാരണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഇങ്ങോട്ട് എത്തുമോ എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത്. നിലവിൽ രജിസ്ട്രാർ സർവകലാശാലയ്ക്ക് അകത്താറുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ നടപടികളിലേക്ക് ഒക്കെ കടന്നിട്ടുണ്ട്. നേരത്തെ ഇറക്കിയ ഉത്തരവ് പ്രകാരം സർവകലാശാലയുടെ ഫയലുകൾ ഒന്നും രജിസ്ട്രാർക്ക് അയക്കരുത്, അത് വൈസ് ചാൻസലർക്ക് നേരിട്ട് നൽകണം എന്നുള്ളതാണ് ജോയിന്റ് രജിസ്ട്രാർമാർക്ക് വൈസ് ചാൻസലറായ സിസാർ തോമസ് നേരത്തെ നൽകിയിരുന്ന ഉത്തരവ്. അതെ, അങ്ങനെയൊരു നിർദ്ദേശം താൽക്കാലിക VC നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. വിജിൻ, ഇന്നലെയാണല്ലോ മോഹനൻ കുന്നുമ്മൽ റഷ്യൻ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയത്. ഇന്നിപ്പോൾ സർവകലാശാലയിലേക്ക് എത്തുമായിരിക്കുമോ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ അദ്ദേഹത്തിന് തിരികെ പ്രവേശിച്ചാൽ മതി. ആരോഗ്യ സർവകലാശാലയുടെ കൂടി വൈസ് ചാൻസലർ ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരിടത്തെത്തിയാൽ മതി. അങ്ങനെ കേരള സർവകലാശാലയിലേക്ക് അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വേണ്ടത്. അദ്ദേഹമാണ് ഇതിൽ ഇനി അടുത്ത നടപടി സ്വീകരിക്കുന്നത്. രാജ്ഭവൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വൈസ് ചാൻസലർക്കാണ് മുഴുവൻ അധികാരം. ഇക്കാര്യത്തിൽ ചാൻസലർ എന്ന നിലയിൽ രാജ്ഭവൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഗവർണർ തന്നെ ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരുപക്ഷെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തെത്തുകയും ഇവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ വിശകലനം ചെയ്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് രാജ്ഭവന് ഗവർണർക്ക് നൽകാനുള്ള നീക്കം നടത്താനാണ് നിലവിൽ സാധ്യത. ഏതെങ്കിലും തരത്തിൽ മറ്റ് നിയമ നടപടികളിലേക്ക് അദ്ദേഹം പോകുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയാക്കിയിട്ടില്ല. അദ്ദേഹത്തോട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അദ്ദേഹം പിന്നീട് പറയാം റഷ്യയിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ എന്ന് മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരുപക്ഷെ താൻ കൈക്കൊണ്ട സസ്പെൻഷൻ നടപടി അത് സിൻഡിക്കേറ്റ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ആണ് ഇനി വ്യക്തത വരേണ്ടത്. അങ്ങനെ ഒരു നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു താൽക്കാലികമായെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യമാവുക. കാരണം ഇനി ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വിധി അത് ഉണ്ടാകണം, ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകണം. അതിനാരെങ്കിലും ഒരാൾ ഇക്കാര്യത്തിൽ ഹർജി നൽകണം. ഒന്നുകിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തണം, അല്ലെങ്കിൽ തന്റെ ഉത്തരവ് മറികടന്ന സിൻഡിക്കേറ്റ് തീരുമാനത്തിന് എതിരെ തന്നെ രംഗത്തെത്തണം. അങ്ങനെ രണ്ടുപേരും നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിന് സാധ്യതകൾ തേടിയിട്ടുണ്ടെങ്കിലും പക്ഷേ നിലവിൽ അങ്ങനെ നടപടിയിലേക്ക് കടന്നിട്ടില്ല. അതാണ് നിലവിൽ ഇപ്പോഴും ഒരു വലിയ ഭരണപ്രതിസന്ധിയായി സർവകലാശാലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്.
ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 രജിസ്ട്രാർമാരാണ് നിലവിൽ ഇപ്പോൾ സർവകലാശാലയ്ക്ക് ഉള്ളത്. അവർ 2-ൽ 6 ഫയലുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. നേരത്തെ സിദ്ധാർത്ഥം ഈ നിലവിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ലോഗിൻ ഐഡി ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ അത് തിരികെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫയലുകൾ കൈകാര്യം ചെയ്യുമോ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ മിനി ക്ലാസ്സിലാണ് ചുമതല നൽകി ഉത്തരവ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുകൾ ഇറക്കിയിരിക്കുന്നത്.